What is the specialty of that island? Drinks. Wow. It was nice meeting with you. You are not just a guide, you are a photographer, companion, friend, yeah. അങ്ങനെ നമ്മളുടെ ന്യൂസ പെനിഡ എക്സ്പെഡീഷൻ നമ്മളങ്ങനെ സനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫെറി സർവീസ് ഉള്ളത്. സനൂർ ഹാർബറിൽ നിന്നാണ് ന്യൂസാപ്പെനിഡിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഹോട്ടലിൻ്റെ അടുത്ത് ഇത് ഏകദേശം ഒരു നാട്ടിൽ ഒരു 1500 രൂപ താഴെയുള്ളൂ. സനൂറിൽ നിന്ന് നമ്മൾ നേരെ രാവിലെ 6 മണിക്ക് ന്യൂസാപ്പെനിഡ് പോകും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ നമ്മുടെ സനൂർ ഹാർബറിലേക്ക്. ഇവിടെ സനൂർ പോർട്ടിലേക്ക് കാറിലൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്തിരി കൂടി നേരത്തെ ഇറങ്ങേണ്ടി വരും. കാര്യം ഇവിടെ എല്ലായിടത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ട്രാഫിക്കാണ്. നമ്മൾ നടന്നു വന്നതുകൊണ്ടാണ് ഇത്രയും ഉള്ളിലേക്ക് വരാൻ പറ്റിയത്. നമ്മളിത് അതിൻ്റെ ഓഫീസിലെത്തി. അങ്കിൾ ഫാസ്റ്റ് ക്രൂസ് ആണ് അവർ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് 2 ID കാർഡ്സ്, പിന്നെ ഇത് ബോർഡിംഗ് പാസ്, പിന്നെ ഇത് റിട്ടേൺ ടിക്കറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതെന്തായാലും ഫോട്ടോ എടുത്ത് വെക്കണം. കാര്യം ഇത് മിസ്സായി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരല് പിന്നെയും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓഫീസ്. നല്ല തിരക്കാണ്. സെയിം ഫെറിയിൽ പോകാൻ വേണ്ടി, അത് സെയിം ബോട്ടിൽ പോകാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ID കാർഡ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇനിയിപ്പോഴത്തേക്ക് മീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 10 മിനിറ്റിനുള്ളിൽ. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നേരത്തെ പറയാല്ലേ. നമ്മളുടെ നദീമില്ലേ ഡ്രൈവർ, അവൻ ഭയങ്കര കെയറിങ് ആട്ടോ. പനിയാണെങ്കിൽ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കണേ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ. അവൻ പറഞ്ഞു നിങ്ങൾ ലേറ്റ് ആർന്നിട്ടാ എന്തായാലും പോണെന്നൊക്കെ പറഞ്ഞ് രാവിലെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ ഇത് കേട്ട് വരാന്ന് പറഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ മറ്റേ ഇന്നലെ വന്ന ഡ്രൈവർ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല ഡ്രൈവേഴ്സിനെ തന്നെ എടുക്കണം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നാണ് ഞാൻ പറഞ്ഞത്. നല്ലതായിരുന്നു. അയാൾക്ക് പൈസ അയാളെ പറഞ്ഞിടത്തൊന്നും നമ്മൾ പോയി സാധനങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. അയാൾ പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്തില്ല. അതൊക്കെ കണ്ടപ്പോ അയാൾക്ക് ചൊറിയാൻ തുടങ്ങി. കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അയാളായിരുന്നു കമ്മീഷണർ ശരിക്കും പറഞ്ഞു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരെ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ ആക്കാനൊക്കെ ഭയങ്കര മടി പുള്ളിക്ക്. അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ടാക്സി ഭയങ്കര സീനാണെന്ന്. അപ്പോൾ ഞാൻ പേഴ്സണലി പറഞ്ഞ എപ്പോഴും ഈ ഇന്തോനേഷ്യൻ നമ്മുടെ നദീം അയാളെ തന്നെ ബുക്ക് ചെയ്യണേക്ക് ഏറ്റവും ബെസ്റ്റ്. കാര്യം ഒരു റിസ്ക് എടുക്കാതിരിക്കണേക്ക് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു വിധത്തിലും ട്രേഡ് പ്രൊമോഷൻ അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് പ്രൊമോഷൻ. അതെ, എക്സ്പീരിയൻസ് പ്രൊമോഷൻ ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ 4:30 മണിയായിട്ടുള്ളൂ ഇപ്പോഴും. 4:50. അവരുടെ ഒരു എസ്കോർട്ട് ആളുണ്ട്. പുള്ളിക്കാരൻ ഈ ഓറഞ്ച് ലൈനും റെഡ് ലൈനും ഉള്ള ആൾക്കാർക്ക് നേരെ അയാളെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ട് അവരുടെ ആ ഒരു ഓഫീസിൽ കയറുക, പരിപാടി നടത്തുക, നേരെ അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോവുക, നേരെ നമ്മൾ ബോട്ടിലേക്ക് കയറുക. ഇതാണ് നമ്മുടെ ബോട്ട്, സ്പീഡ് ബോട്ട്, ദ അങ്കിൾ ഫാസ്റ്റ് ക്രൂസ്. ഹലോ, ക്രൂസിൽ കയറിയാ വെച്ച്? ക്രൂസിൽ കയറിയാ? ഇവിടെ 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 പപ്പയാണ് ചോദിക്കണത്. ക്രൂസിൽ കയറിയാ? Let's go. You're from the guy, I mean from the tourist company, right? Yeah. Sayan. Wayan. Wayan? Yeah, Okay, Wayan. okay. Thank you. Yeah. Okay. Stay long, yeah, buddy. Yes. Brother, does anyone stay in Nusa Penida? Residents? Resident, many. Many? Many, okay. Oh, I thought that this is a tourist island. അങ്ങനെ നമ്മളുടെ ഫെറി സർവീസിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ
ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഈ നടന്നിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ബീച്ച് ഓർ ബ്രോക്കൺ ബീച്ച് ഫസ്റ്റ്? ഡയമണ്ട് ബീച്ച്. ഓക്കെ. ഈ ഐലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടെറൈനും ഉണ്ട്. നോർമൽ പ്ലെയിൻ സ്ഥലവും ഉണ്ട്, അതേ ഒരു ഹില്ല് കയറിക്കൊണ്ടിരിക്കണേ നമ്മൾ. ഹില്ലുണ്ട്, പിന്നെ ഒരു ബീച്ച് ഏരിയ. എല്ലാ ടെറൈൻസും ഉള്ള ഒരു അടിപൊളി ഐലൻഡ് തന്നെ ഉണ്ട്. നല്ല അടിപൊളി കുറെ കഫേസും. നമ്മൾ ബാലിയിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം ഡെൻപസറിൽ ഇറങ്ങി, അവിടെ നേരെ കുട്ട പോയി, അവിടെ നിന്ന് നേരെ ഉബുദ് വന്ന്, ഉബുദ് കാണുന്നില്ലല്ല, സെന്ററാണ് ഉബുദ്. ഉബുദിൽ നിന്ന് നേരെ നോർത്ത് ബാലി പോയി, അവിടെ നേരെ സനൂറിൽ വന്നിട്ടാണ് നമ്മൾ ഈ നൂസാപ്പിനിടക്ക് പോകുന്നത്. നമ്മൾ ഏറെക്കുറെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഐലൻഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കടല്, ഒരു സൈഡിൽ റോഡ്, ഇവിടുത്തെ മല. ആ ഒരു വൈബിലാണ് മൊത്തം ഈ ഒരു പെനിഡ ഐലൻഡ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ടൂറിസ്റ്റ് അട്രാക്ഷൻ, ഇപ്പോൾ ബ്രോക്കൺ ബീച്ച്, അങ്ങനെയുള്ള കുറേ ബീച്ചസ് ഉണ്ട്. നമ്മളപ്പോൾ ഇതിലെ കൂടെ ചുറ്റി നേരെ ഇവിടെ വന്ന് ബ്രോക്കൺ ബീച്ചിൽ വരും. അവിടെ നിന്ന് നമ്മൾ സ്റ്റേ അടിക്കില്ല. പക്ഷേ പേഴ്സണൽ ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ അടിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും ടൈം ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നമ്മൾ തിരിച്ചെത്തും. അങ്ങനെ നമ്മൾ ന്യൂസാപ്പനിടയിൽ എത്തിയിട്ട് ഒരു 1 hour, ഒരു 45 minutes കഴിഞ്ഞിട്ട് നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേണ്. ഇവിടെ ഐലൻഡിൽ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളുള്ള കാരണം അത് നടക്കില്ല. സ്കൂട്ടറിൽ വന്നവർക്കാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കാറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീങ്ങിയാലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കണ്ടില്ല, വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. കോഫി എല്ലാം പറഞ്ഞ്, പിന്നെ ഞാൻ പറഞ്ഞ ടോട്ടില എന്നൊരു സാധനമാണ് എനിക്ക് പേഴ്സണലി അത് അറിഞ്ഞൂടെ എന്താന്ന്. എനിക്ക് അറിയാവുന്നത് മതി. ബട്ടർ പാൻ കേക്ക്. നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഷവർമയുടെ അനിയനെ പോലെ ഉള്ളിലെല്ലാം വെച്ച്, അതായത് ചപ്പാത്തി കട്ടി റോൾ അല്ലേ, എഗ്ഗും ബേക്കണും എല്ലാ ഐറ്റംസും ഉണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂറിന് മേളിൽ ഓട്ടോ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നേരെ ഈ ഡയമണ്ട് ബീച്ച് എത്താൻ വേണ്ടി. പാക്കേജിനകത്ത് ഒരു ലഞ്ച് ഉണ്ട്, പിന്നെ എല്ലാ പാർക്കിംഗ് ഫീസും എൻട്രൻസ് ഫീസും എല്ലാം ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്തായാലും ഈ വീഡിയോ തീർന്നതിന് മുമ്പ് തന്നെ പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ ഡയമണ്ട് ബീച്ചിൽ എത്തിയിരിക്കുന്നത്. നല്ല കിടിലൻ ചൂടുണ്ട് ഇവിടെ, കിടിലൻ ചൂട്. പക്ഷെ വേറെ കാര്യം അതെ, പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ കയറാൻ പറ്റൂല. ഇവിടെ കയറിയിട്ട് തന്നെ അങ്ങനെ പോകാൻ പറ്റും. കാര്യം ഇതൊരു ഒരേ ഒരു ഡയറക്ഷനുള്ള ഒരു കറക്കമുള്ള ബീച്ച്. ഡയമണ്ട് ബീച്ച് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that is a rock, that is the main reason, right? Diamond. Yeah. Why diamond beach name? Yeah, because they are big stone, similar like diamond. ആ ഒരു റോക്ക് ഡയമണ്ട് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഡയമണ്ട് ബീച്ച് എന്ന് വിളിക്കുന്നത്. ബീച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ താഴേയിൽ കാണാം, പക്ഷെ അതിന്റെ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ ഒരു പൊടിക്ക് നമ്മൾ സ്റ്റെയർ താഴോട്ട് ഇറങ്ങും. എന്റെ വായിന്ന് ഇപ്പൊ വാവ് തന്നെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സൈഡിൽ ഈ പറഞ്ഞ ഡയമണ്ട് ബീച്ചും അപ്പുറ സൈഡിൽ കണ്ട അട്ടു ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ്. അത് സ്വിമ്മിങ്ങിന് വേണ്ടിയുള്ള ബീച്ചാണ്. അത്രയും സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിടിലം ബീച്ച് തന്നെ കാണാൻ പറ്റും. നമ്മൾ എന്തായാലും ഉറപ്പിച്ച് താഴോട്ട് പോകണ്ടെന്ന്. കാര്യം ഇവനെ പിടിച്ച് താഴോട്ട് ഇറങ്ങണ്ടല്ലോ, ആലോചിക്കണ്ട അതിനെ കുറിച്ച്. ബേബി ആയിട്ട് വരുമ്പോഴുള്ള പ്രോസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, കോൺസും ഉണ്ട്. നമുക്ക് ഇതിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇത്ര സ്റ്റെയർ ഉണ്ട്, പ്ലസ് ഇത്രയും ചൂടില്ല. വെതറെങ്കിലും ഒന്ന് നന്നായിരുന്നെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ചൂടും ഈ സ്റ്റെയറും ക്യാരി ചെയ്ത് നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ മെയിൻ അട്രാക്ഷൻ ആ ട്രീ ഹൗസ് ആണ് ഇതാക്കാണത്. രേഷ അങ്ങോട്ടിട്ടല്ലോ നമുക്ക് അടുത്ത
ഇത് തന്നെയാണ് ഈ ട്രീ ഹൗസ് മോളണ്ടിങ്. ഇവിടെ എൻട്രൻസ് ഫീസ് തന്നെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ആ ട്രീ ഹൗസിൽ നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസ് ആണ്. ഈ നമ്മുടെ ന്യൂസാപ്പിനിടയിൽ വരുമ്പോഴത്തേക്കും നിർബന്ധമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പിൻ്റെ ഒന്നെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഇനി ഫ്രീ ഉള്ള ദിവസമോ, അതായത് ഇപ്പോൾ നാളെ വേറെ പരിപാടി ഒന്നുമില്ല, ബാലിയിൽ സിംപ്ലി സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ന്യൂസാപ്പിനിടെ ആ ദിവസം വരിക, എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇതിൽ സ്റ്റേ അടിക്കുക മര്യാദക്ക്. അല്ലെങ്കിൽ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസം വെക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസാപ്പിനിടയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശമൊക്കെ പരിപ്പളവ്. അപ്പോൾ ഇപ്പം നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇന്ന് നിൽക്കില്ല, ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഇവിടെ നിന്ന് നേരെ സെമിനിയാക്കിൽ ചെന്ന് റെസ്റ്റാണ്. നാളെ ഉച്ചക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇന്ന് ന്യൂസാപ്പിനിടെ പിടിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രി റെസ്റ്റ് എടുക്കാം, 4:30 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. പിന്നെ ഇന്ന് റെസ്റ്റ് എടുക്കാം, നാളെ ഉച്ചവരെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ കാര്യം എല്ലാവരും നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആദ്യം തന്നെ വരുമ്പോൾ ന്യൂസാപ്പിനിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയിലാന്ന് പറഞ്ഞു. അതായത് പരിപാടിയെല്ലാം കുളമായി പോകും. നമ്മുടെ ഡ്രൈവർ ഓണ ഹലോ ബ്രദർ, ഹായ്. ഇവനെ എല്ലായിടത്തും വരണ്ട കേട്ടോ നമ്മുടെ കൂടെ. ഇവനും നല്ലൊരു ഡ്രൈവർ തന്നെ. പക്ഷെ ഇവനെ നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ആ പാക്കേജ് എടുക്കുമ്പോൾ കൂടെ വന്ന ആളാണ്. ഇതുകൊണ്ട് അവിടുത്തെ സ്റ്റേ ഒക്കെ നോക്കിയാൽ അടിപൊളി ഒരു സ്റ്റേ. ഇവിടെ സ്വിങ് ഉണ്ട് കേട്ടോ. ഇതാണ് സ്വിങ്. നമ്മളെന്തായാലും ഓൾറെഡി ബാലി സ്വിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വീഡിയോ കാണേണ്ടവർ ഉറപ്പായിട്ടും നമ്മുടെ ബാക്കിയുള്ള വ്ളോഗിനകത്തുണ്ട്. ബാലി സ്വിങ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ ഈ ബാലി സ്വിങ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ആ വീഡിയോനകത്ത് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു ഗൈഡ് കൂടി ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ഹിയർ വി ക്യാൻ സീ. ആ സ്വിങ്ങിൻ്റെ അവിടെയുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഭംഗി അവിടെ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി അവിടെ തന്നെയാണ്. ഹണിമൂൺ പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ട്രീ ഹൗസ്. This is tree house, right? Yes. Hiking 1000 Island. Yeah, let's go and see the tree house. Put on? Oh, that is the tree house. Yes. ഈ ട്രീ ഹൗസിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രീ ഹൗസിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നേരെ നമ്മളൊരു വീട്ടിൽ ഇരുന്നിട്ട് ബാക്ക് ഫോട്ടോ എടുക്കൂലേ, ആ ഒരു വൈബിൽ വ്യൂ ദേ ഈ കാണുന്നതായിരിക്കും. You get the view like this one, right? From the tree house. Whole islands, whole mountains. Yeah. Whole rocks. Yeah. From there. അപ്പുറം വേറൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ. മൊബൈലിൽ കാണുന്നില്ല, ബാ കാണുന്നിടത്താണ്. What is the specialty over that island? Everything free. That island. What is the name of that island? Gili tea. What is the specialty of that island? Drinks. ആ ഐലൻഡിൽ എല്ലാ സംഭവങ്ങളും നടക്കും. ബാച്ചിലേഴ്സ് മാത്രം പോകാനാണ് റെക്കമെൻഡ് ചെയ്യണത്. അവിടെ മോട്ടോർ ബൈക്സ്, നോ മോട്ടോർ ബൈക്സ്, നത്തിങ്. ദെൻ ഹൗ വിൽ യു കമ്മ്യൂട്ട്? ഹോഴ്സ്, ബൈസൈക്കിൾ. ഹോഴ്സും ബൈസൈക്കിളും മാത്രമേ ലിമിറ്റഡ് റിസോർട്ട്സേ ഉള്ളൂ അവിടെ. അവിടെ എല്ലാ പരിപാടികളും, അതായത് ഇന്തോനേഷ്യ എൻജോയ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിലാണ്. ഭയങ്കര ദൂരയിലാണ്. അതായത് മൊബൈലിൽ കാണുന്നവരാണ് മനസ്സിലാത്തത്. നേരിട്ട് കാണുമ്പോഴത്തേക്കും ചെറിയതായിട്ട് കാണാം നമുക്ക് അവിടെ ആ ഒരു ഐലൻഡ് ഉള്ളത്. മെയിനായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കൂടുതൽ ഈ സ്റ്റഫ് അടിക്കണം, മരുവാൻ അടിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണം അവിടെയാണെന്ന് പറഞ്ഞു. ഓക്കെ ബൈ. അരിക്കിൻ്റെയൊക്കെ സൈസ് കണ്ട ഒരു ആന സൈസാണ്. ടേസ്റ്റ് എന്താണെന്ന് കണ്ടറിയാം നമുക്ക്. നമ്മളെന്തായാലും ഒരു റെഡും എടുക്കാം, ഒരു ഗ്രീനും എടുക്കാം. വാട്ടോ? Hello. ഓ നൈസ്, താങ്ക് യു. ഇവിടുത്തെ കരിക്കിനകത്ത് ഒരു ഐസ് ഇടും കേട്ടോ അവർ. അത്ര ചൂടാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഫാമിലിയായിട്ട് വരുമ്പോഴത്തേക്കും ഒരിക്കലും സ്കൂട്ടർ എടുത്ത് ഇറങ്ങരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആക്സിഡൻസ് സംഭവിക്കണമെന്ന് ഇപ്പൊ കുറെ പേരെ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡല്ല ഇങ്ങനത്തെ റോഡാണ്, അത്ര ഡെവലപ്ഡ് അല്ല. അപ്പൊ ഈ സ്കൂട്ടർ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് വണ്ടി കയറി ഇപ്പൊ കണ്ടു പോള ഗ്യാപ്പില്ല, പെട്ടെന്നായിരിക്കും വണ്ടി കയറി വരുന്നത്. അപ്പൊ അത് കാരണം ഒരിക്കലും ഇവിടെ വരുമ്പോൾ മാക്സിമം കാർ എടുത്ത് തന്നെ കറങ്ങുക. ഇവിടെ സ്കൂട്ടറിന് കുറെ പേര് വരുന്നുണ്ട്, പക്ഷെ അത്ര സേഫ് അല്ല സ്കൂട്ടറിലെ പരിപാടി. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറയാനെന്ന് വെച്ചൊരു കാര്യമാണ്, ജിയോടെ 1102 എന്നുള്ള റീചാർജ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടാണ് ഈ ന്യൂസാപ്പിനിടയിൽ വന്നിട്ടും ഇവിടെ റേഞ്ച്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ റോമിംഗ് പാക്കേജിൽ. ഞാൻ എപ്പോഴും ജിയോ തന്നെ എടുക്കുന്നത്. ഒറ്റ റീചാർജിൽ കുറെ കൺട്രീസിൽ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം 900 റുപ്പീസോളം ബാലൻസ് ഉണ്ട്. നമ്മുടെ പലചരക്കടയിലും പെട്രോൾ പമ്പ് ഉണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് പെട്രോൾ പമ്പ്. അതുപോലെ തന്നെ ഇത് വേണ്ട കുപ്പിയിലും വാങ്ങാൻ കിട്ടും. നമുക്ക് ഇപ്പോൾ ബൈക്കിനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ കുപ്പിയിലും വാങ്ങാം. മണ്ണെണ്ണ പോലത്തെ കളറാണ് ഇവിടുത്തെ. പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പിള്ളേര് കണ്ട കുഞ്ഞി പിള്ളേരൊക്കെ സ്കൂട്ടർ ഓടിച്ച് പോകണത്. ഇവിടെ വേറെ അങ്ങോട്ടേക്ക് നീ ട്രാവൽ ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം പിള്ളേർക്ക് വരെ ഇവിടെ പോലീസൊന്നുമില്ല.
They can drive. School children also drive motorcycle. Yeah, okay. No problem. No problem because at here no there public Transport. yeah transport. അവനൊക്കെ ഒരു 7ൽ പഠിക്കണവനൊക്കെയാണ് സ്കൂട്ടറിൽ പോകണം. ഹലോ ഹലോ. ഇവരെല്ലാം ഇത്രയും കാട്ടിക്കൂടി അവർ സ്കൂള് കഴിഞ്ഞ് 3 കിലോമീറ്റർ കാട്ടിക്കൂടി നടന്നാണ് വീട്ടിൽ പോണത്. ഓക്കെ, നമ്മുടെ ഷോളയാർ ഒരു വൈബ് തന്നെ കേട്ടത്. Okay. Where are we now? Now our position already go down. Go down. Yeah. Correct in the center of Nusa Penida. Yes. The top also, right? Yeah. ഇതുണ്ടോ നമ്മുടെ വാഗോണ്ട് പോലെ മുട്ടക്കുന്നും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ Nusa Penidയുടെ കറക്റ്റ് സെന്ററിൽ എത്തിയിട. ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ ഇത്ര നേരം കയറ്റുമായിരുന്നു, ഇനി ഫുള്ള് ഇറക്കമാണ് ഇനി അങ്ങോട്ട്. കെലിംകിങ് ബീച്ച്, കെലിംകിങ് ആ ബീച്ചിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. ഏകദേശം നമ്മുടെ കറക്കത്തിന്റെ ഒരു 50% കഴിഞ്ഞിരിക്കുന്നത്. സണ്ണി ബോയ് ഗോയിങ് ടു ക്ലിങ് ബീച്ച്. ഈ പ്രാവശ്യം പപ്പ ഡ്യൂട്ടി ഏറ്റെടുത്തേക്കുവാണ്. എനിക്കിന്ന് ഈ ബീച്ചിൽ റെസ്റ്റ്. പപ്പ ഹലോ. സായിപ്പിനെ പോലെ പോണോ, ടീഷർട്ട് ഒന്നും ഇല്ലാതെ. ഷർട്ടൊക്കെ ഊരി, കൊച്ചിന്റെ ചൂടൊട്ടും പറ്റണില്ല. ഇത് ലാസ്റ്റ് നമ്മൾ ഡയമണ്ട് ബീച്ച് പോയ പോലെ അല്ല കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ബീച്ചിന്റെ അടുത്ത് തന്നെ എത്താൻ തന്നെ സമയമുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ലാസ്റ്റ് ടൈമിൽ ഈ ബീച്ചിൽ ആരോ ഇറങ്ങിയിട്ട് തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ട്രെയിനൊക്കെ വെച്ചിട്ടാണ് പുള്ളിനെ വലിച്ചു കയറ്റിയതെന്നാ പറഞ്ഞത്. അതും 10 മില്യൺ മുടക്കിയിട്ട്. അതെ, 10 മില്യൺ മുടക്കി ട്രെയിൻ വെച്ച് വലിച്ചു കയറ്റി. അവിടെ ഇവിടെ ഇപ്പൊ അതേ ലിഫ്റ്റിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈകാതെ ലിഫ്റ്റ് ഉണ്ടാകും ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ. തിരിച്ചു പോകേണ്ടി വരില്ല ബീച്ച് കണ്ടിട്ട്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് തിരക്ക് ഇതില്ലാതെ പോവാം. അതായത് താഴോട്ട് സ്റ്റെയർ ഇറങ്ങി അടപ്പ് കളയണ്ട. അതെ, ലിഫ്റ്റ് ഇറങ്ങി പോവാം. അത് വന്നു കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ എന്തോരം ദൂരം ഉണ്ടെന്നൊക്കെ. നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്. ആ ടോപ്പിൽ നിന്ന് താഴെ എത്താൻ വേണ്ടി എങ്ങനെ എന്നാലും ഒരു 10-15 നിലയുടെ കെട്ടിടത്തിന്റെ താഴ്ചയുണ്ട്. എല്ലാം ചെയ്യണ ചൈന ഉണ്ട്, ചൈന കൈഷി ഗ്രൂപ്പ് കണ്ട നോക്കിയേ. ഈ ബീച്ച് നമ്മൾ ഡയമണ്ട് ബീച്ചിനേലും പോയതിനേലും ക്രൗഡ് ഭയങ്കര കൂടുതലാണ്. അതിന്റെ മെയിൻ കാര്യം എന്താ ഇതാ, ഇതിന്റെ വ്യൂ ഭയങ്കര സംഭവമാണ്. ന്യൂസ് പെന്നിയുടെ ഒക്കെ അഡ്വർടൈസ്മെന്റിലൊക്കെ വരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ബീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഇതേപോലെ കണ്ടില്ലേ, ഡൈനോന്റെ ഒരു ഓപ്പൺ മൗത്ത് പോലത്തെ ഒരു ഇതാണെന്നാണ് ഇത് പറയുന്നത്. കാണാനും അതുപോലെ ഉണ്ട്, ഇങ്ങനെ ഓഷ്യൻ ഇങ്ങനെ വീഴുന്ന പോലെ. ഒരു ഡൈനോ വെള്ളം കുടിക്കണ പോലെ അല്ലേ, ഓഷ്യനിൽ വെള്ളം കുടിക്കുന്ന പോലെ. ഇത് ആണ് ന്യൂസ് പെന്നിയുടെ ഐക്കോണിക് സ്പോട്ട്. സാമാന്യം നല്ല ചൂടുള്ള സ്ഥലമാണ്. അപ്പൊ വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു സാധനം കയ്യിൽ കൊണ്ടുവരിക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ നമുക്ക് ത്രൂ ഔട്ട് ദ ജേർണി. ഇത് ഗിഫ്റ്റ് ചെയ്ത സാൻഡ്രക്ക് പ്രത്യേകം വരുന്നത്. അതെ, ട്രിപ്പിന്റെ അതായത് ന്യൂസ് പെന്നിടയിലുള്ള ലാസ്റ്റ് ടൈമിലേക്ക് എത്തിയേക്കാണ്. ബ്രോക്കൺ ബീച്ചും ബില്ലാബോങ് ബീച്ചും. ആ 2 ബീച്ചും അടുത്തടുത്താണ്. പിന്നെ ഇത് രണ്ടും കൂടി കവർ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹാർബറിലേക്ക് പോകും. എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും കുറെ ഷോപ്പിങ്ങും പരിപാടികളും. പിന്നെ ഇത് കണ്ട പാറ എല്ലാം ഇങ്ങനെ കടൽ ഇടിച്ചിടിച്ചിടിച്ച് ഓരോ ഷേപ്പായിക്കാണ് കാണുന്നത്. ഒരു സൈഡിൽ തന്നെ ഉണ്ട് ഏഞ്ചൽസ് ബില്ലാബോങ് അങ്ങോട്ടേക്കും, പിന്നെ ബ്രോക്കൺ ബീച്ച് ദിസ് സൈഡ്, അങ്ങനെ അങ്ങോട്ടേക്കും പോകണം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ബില്ലാബോങ്ങിലേക്ക് കിടക്കാം. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ കടൽ ഇടിച്ചിടിച്ചിടിച്ച് ഓരോ ഷേപ്പായിക്കാണ് ഉണ്ട് കാണുന്നത് ഏഞ്ചൽസ് ബില്ലാബോങ്ങിൽ. ആ ഒരു ഷേപ്പിലേക്ക് എത്തിയേക്കാണ്. ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല, നേരത്തെ എനിക്കൊന്നും എൻട്രി ഉണ്ടായിരുന്നു, താഴേക്ക് ഇറങ്ങായിരുന്നു എനിക്ക് തോന്നുന്നു. ന്യൂസാപ്പിനിടയിൽ ഏതൊരു സ്പോട്ട്, ന്യൂസാപ്പിനിടയില്ല ഇൻഡോനേഷ്യ മൊത്തത്തിൽ അങ്ങനെയാണ്. വന്നാലും ന്യൂസാപ്പിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ആംഗിളിൽ നിന്നാലും എല്ലാ കിടിലം ഫ്രെയിമാണ് കാരണം ഒരാൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാ സ്ഥലവും നല്ല നല്ല ഓരോ സ്ഥലത്തും പ്രത്യേക ഒരു ആംഗിൾ തന്നെയാണ്. ഇതാണ് നമ്മളുടെ ന്യൂസാപ്പിനിടയിലെ ലാസ്റ്റ് സ്പോട്ട് കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ആ ഒരു വൈബല്ലേ. പക്ഷെ സംഭവം ഇതൊന്നുമല്ല. ഹലോ Hello.
ഇതാണ് ബ്രോക്കൺ ബീച്ച്. അതായത് ഒരു പാറ പൊട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി കടൽ കയറിയിട്ട് ഇത് നോക്കി ഒരു പ്രൈവറ്റ് സീഷോർ എന്ന് പറയില്ലേ. ബ്രോ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഗോ ഡൗൺ? നോട്ട് നൗ. Just can you put Boat. do snorkeling? Yeah. ഓ, Put that water. ഓക്കെ. നമ്മളൊരു ബോട്ട് സർവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അല്ലാതെ ആയിരിക്കും പറയുന്നത് ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ താഴേലേക്ക്. നമ്മൾ ഇന്തോനേഷ്യ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും 100% ബാലിയിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പറഞ്ഞ ന്യൂസാ പെനിഡ 100% വിസിറ്റ് ചെയ്യുക. ന്യൂസാ പെനിഡ വരുമ്പോഴത്തേക്കും മാക്സിമം 2 ദിവസം, ഇന്ന് രാവിലെ വന്നിട്ട് ഒരു 2-3 സ്പോട്ട്, നാളെ തിരിച്ചു പോകാതിന് മുമ്പ് 2 സ്പോട്ട് പിടിക്കണമെങ്കിൽ അത്യാവശ്യം എല്ലാം കവറാകും. ഇത്രയും ബീച്ചുള്ള മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ കടലിൻ്റെ ആ ഒരു കളറ് കണ്ട, അതാണ് ശരിക്കും പറഞ്ഞ ഓഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത്. അടിയിലേക്ക് ഫുള്ള് നമുക്കിങ്ങനെ കാണാം. നമ്മുടെ സ്വിമ്മിംഗ് പൂള് വൈബ് അല്ലേ, കറക്റ്റ് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കിടക്കുന്ന അതേ ഫീലിൽ, അതും നാച്ചുറൽ ആയിട്ടുള്ളൊരു സീന്. പിന്നെ സമയം കളയണ്ട, നമുക്ക് നേരെ ഹാർബർ ഉണ്ട്. Shall we go? It was nice meeting with you. Okay. You are not just a guide, you are a photographer, friend. Yeah, Thank you. Thank you. yeah. Say bye to the Indian people and welcome them. Okay. അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് സ്റ്റേ ആണ് ബാലിയില. ഇന്നത്തോടെ പരിപാടികളൊക്കെ ഏകദേശം വൈൻഡപ്പായി. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ചെക്ക് ചെയ്ത് നാളെ ഡയറക്റ്റ് ടു എയർപോർട്ട്. അപ്പോൾ കിടിലൊരു മെമ്മറി തന്നെ ചെയ്യുന്നുണ്ട് ബാലി ശരിക്കും പറഞ്ഞെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ എയർപോർട്ട് അടുത്തൊളിച്ച് സെമിനിയാക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയാണ് സെമിനിയാക്കിൽ കിട്ടിയത്. ഇതിന് 2000 രൂപ താഴെയിലേ വന്നിട്ടുള്ളൂ. റേഷനാണ് ബുക്ക് ചെയ്തത്, 2000 രൂപ താഴെയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതൊരു കിടിലം ഹോട്ടലുമാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പറഞ്ഞ റേറ്റ് എല്ലാം. അങ്ങനെ നമ്മളുടെ എല്ലാ കറക്കവും കഴിഞ്ഞ് ലാസ്റ്റ് ഡേ 1.5 ലക്ഷം രൂപയുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ നേരെ ഗ്രാബ് ബുക്ക് ചെയ്യുന്നു, നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു. ഇവിടെ ഹോട്ടലിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും എയർപോർട്ട് ചാർജസ്, ടാക്സി ചാർജസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് ഗ്രാബ് തന്നെയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, അതാണ് ഫസ്റ്റായിട്ട് പറയാനുള്ള കാര്യം. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും പോട്ടെ, ഇവിടെ ഹിന്ദിക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ, നമ്മുടെ മലയാളികളും മൊത്തം വരട്ടെ ഇനിയിപ്പോഴത്തേക്ക് ഇന്തോനേഷ്യയിൽ. അങ്ങനെ നമ്മളുടെ ന്യൂസാ പെനിഡ എക്സ്പെഡീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസാ പെനിഡ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ നമ്മളുടെ ഇന്തോനേഷ്യയുടെ ഒരു അടിപൊളി ഒരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഐറ്റനറിയും കാര്യങ്ങളായിട്ട്. അതുകൂടാതെ ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗ് കൂടി ചെയ്യുന്നുണ്ട്, എങ്ങനെ വരാം, കറൻസി, എല്ലാ കാര്യങ്ങളും. അതൊക്കെ കാണാത്ത ഒരു പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ.